CPM വിടുന്ന കാര്യം ആലോചിച്ചിട്ടില്ലെന്ന് KTDC മുൻ ചെയർമാൻ PK ശശി 24-നോട്. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ നിലപാട് തന്നെ വേദനിപ്പിച്ചുവെന്നും പിണറായി പിതൃതുല്യനാണെന്നും PK ശശി പറഞ്ഞു. 2020-ൽ ചേർന്ന അഖിൽ മാരാർ കോൺഗ്രസിനെതിരെ വിമർശനവുമായി രംഗത്തെത്തി. കോൺഗ്രസ് ആരെയും പരിഗണിക്കുന്നില്ല എന്നാണ് അഖിൽ മാരാരുടെ പരാതി. KTDC ചെയർമാൻ സ്ഥാനം രാജിവെച്ചതിന് പിന്നാലെ PK ശശി CPIM വിട്ടേക്കുമെന്നുള്ള അഭ്യൂഹങ്ങൾ ശക്തമായിരുന്നു. ഇതിന് ഗുഡ് മോർണിംഗ് വിത്ത് ആർ ശ്രീകണ്ഠൻ നായർ ഷോയിൽ PK ശശിയുടെ പ്രതികരണം ഇങ്ങനെ: ഇതുവരെ അങ്ങനെ ഒരു കാര്യം ഞാൻ തീരുമാനിച്ചിട്ടേയില്ല. ഇപ്പോൾ ഈ നിമിഷം വരെ ഒരു UDF നേതാവുമായും ഞാൻ ചർച്ച ചെയ്തിട്ടില്ല. അതിൻ്റെ അർത്ഥം UDF നേതാക്കന്മാരെ മുഖാമുഖം കണ്ടിട്ടില്ല എന്നല്ല. ഒരു രാഷ്ട്രീയ കാര്യങ്ങളും ഞാൻ ഇതുവരെ അവരുമായിട്ട് പങ്കുവച്ചിട്ടില്ല. ഒരു രാഷ്ട്രീയ കാര്യവും അവരുമായിട്ട് സംസാരിച്ചിട്ടില്ല. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ നിലപാട് തന്നെ വേദനിപ്പിച്ചു. പിണറായി വിജയൻ പിതൃതുല്യനെന്നും PK ശശി. വിജയേട്ടനുമായിട്ടുള്ള ബന്ധമെന്ന് പറയുന്നത് കുറേ വർഷങ്ങളുടെ ബന്ധമാണ്. ഒരു വ്യക്തിപരമായിട്ടുള്ള ബന്ധത്തിൽ യാതൊരു പോറലോ പൊട്ടോ ഉണ്ടായിട്ടില്ല. 100% വ്യക്തമായിട്ട് ഞാൻ പറയുന്നു. ഞാൻ അദ്ദേഹത്തെ പറ്റി പറയാറുള്ളത് എൻ്റെ പിതൃതുല്യനാണെന്നാണ്. വിമതരുടെ കൺവെൻഷനിലേക്ക് ക്ഷണം ലഭിച്ചേക്കാമെന്നും PK ശശി 24-നോട് പറഞ്ഞു. കോൺഗ്രസ് ആരെയും പരിഗണിക്കുന്നില്ലെന്നാണ് കഴിഞ്ഞ ദിവസം 2020-ൽ ചേർന്ന ബിഗ് ബോസ് താരം അഖിൽ മാരാരുടെ പ്രതികരണം. താൻ എല്ലായിടത്തും സുപരിചിതൻ. ഒരു നമ്മുടെ ജന്മനാട്ടിൽ എന്തെങ്കിലും ചെയ്ത് ആ നാട്ടിലൊരു മാറ്റം കൊണ്ടുവരാൻ ഏതൊരാളാണ് ആഗ്രഹിക്കാത്തത്? രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും അതൊക്കെ ആഗ്രഹിക്കുന്ന ഒരു കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് അത് ആഗ്രഹമാണ്. ആ ആഗ്രഹം അങ്ങനെ തന്നെ നടത്തിയെടുത്താൽ തീർച്ചയായിട്ടും കൊട്ടാരക്കരയുടെ ശബ്ദമായി മാറുന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമേ ഉള്ളൂ. അതേസമയം കൊട്ടാരക്കരയിൽ 2020 സ്ഥാനാർത്ഥിയായി അഖിലിനെ പരിഗണിക്കുമെന്ന വാർത്തകൾ BJP കൊല്ലം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് രാജീവ് പ്രസാദ് തള്ളി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.